ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ 60-കാരിയുടെ കൊലപാതകത്തിൽ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്ത വയോധികന് ജാമ്യം. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനായാൽ അബൂബക്കർ ഇന്നു തന്നെ ജയിൽ മോചിതനാകും. തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 60-കാരി ഈ മാസം 17-ാം തീയതിയാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ പള്ളിയിലെ ജീവനക്കാരനായ അബൂബക്കർ ശനിയാഴ്ച രാത്രി ഈ വീട്ടിലെത്തിയിരുന്നതായി കണ്ടെത്തിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. കൊലപാതക കേസിൽ വയോധികൻ റിമാൻഡിൽ കഴിയവേ വയോധികയുടെ കാണാതായ മൊബൈൽ ഫോൺ മറ്റൊരു സിം കാർഡ് ഇട്ട് പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് തൃക്കുന്നപ്പുഴ പതിയാങ്കര സ്വദേശി സൈലാബുദ്ദീനും ഭാര്യ അനീഷയും പിടിയിലാകുന്നത്. കുറ്റകരമായ അബദ്ധം തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം അബൂബക്കറിനെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകി. എന്നാൽ വയോധികനെതിരെ ബലാത്സംഗം, വീട്ടിലതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കുമെന്നാണ് പോലീസിന്റെ നിലപാട്. അബൂബക്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച ആലപ്പുഴ സെഷൻസ് കോടതിയിലും പോലീസ് ഇതിൽ ഉറച്ചു നിന്നു. എന്നാൽ നിരപരാധിയെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ച് ജാമ്യം അനുവദിച്ചു. പ്രഥമ ദൃഷ്ട്യാ യാതൊരു തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. സത്യത്തിൽ നമ്മുടെ ഈ സമൂഹ മനസാക്ഷിയെ തന്നെ ഉലയ്ക്കുന്ന ഒരു കേസായി മാറിയിരിക്കുകയാണ് അബൂബക്കറിന്റെ ഈ കേസ്. പോലീസിനെതിരായ നിയമപോരാട്ടം തുടരുമെന്ന് അബൂബക്കറിന്റെ കുടുംബം. എല്ലാവർക്കും പിന്നെ എടുത്തു പറയേണ്ടതും മാധ്യമപ്രവർത്തകരാണ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സത്യം തെളിയത്തില്ലായിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്ന അബൂബക്കർ നിലവിൽ കേസിലെ 3-ാം പ്രതിയാണ്. 1-ാം പ്രതി സൈലാബുദ്ദീൻ റിമാൻഡിലാണ്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 2-ാം പ്രതിയും സൈനിലാബുദ്ദീൻ്റെ ഭാര്യയുമായ അനീഷയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മോഷണം മാത്രമാണോ കൊലപാതകത്തിന് പ്രേരണയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.